അഡലൈഡിൽ നടന്ന ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 180 റൺസിന് പുറത്തായി. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 44.1 ഓവറിൽ 180 റൺസിനാണ് എല്ലാവരും പുറത്തായത്. 54 പന്തിൽ 42 റൺസ് എടുത്ത നിതീഷ് റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. KL രാഹുൽ 37, ശുഭ്മൻ ഗിൽ 31, ഋഷഭ് പന്ത് 21, രവിചന്ദ്രൻ അശ്വിൻ 22 എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്കോറുകൾ. ഓസീസിനായി മിച്ചൽ സ്റ്റാർ 6 വിക്കറ്റ് നേടി. 14.1 ഓവറിൽ 48 റൺസ് വഴങ്ങിയാണ് സ്റ്റാർക്ക് 6 വിക്കറ്റിന് വീഴ്ത്തിയത്. ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസും സ്കോട്ട് ബോളണ്ടും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ യശസ്വി ജയ്സ്വാളിനെ സ്റ്റാർക്ക് LBയിൽ കുരുക്കി. 64 പന്തിൽ 6 ഫോറുകളോടെ 37 റൺസ് എടുത്ത രാഹുലിനെ മിച്ചൽ സ്റ്റാർക്ക് സ്ലീപ്പിൽ മാക്സിനിയുടെ കൈകളിലെത്തിച്ചു. ഈ പരമ്പരയിൽ തുടർച്ചയായ 3-ാം ഇന്നിംഗ്സിലാണ് സ്റ്റാർക്ക് രാഹുലിനെ പുറത്താക്കുന്നത്. 2-ാം വിക്കറ്റിൽ ശുഭ്മൻ ഗില്ലിനൊപ്പം അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് തീർത്ത് രക്ഷപ്പെടുത്തിയ ശേഷമാണ് രാഹുൽ മടങ്ങിയത്. ഇരുവരും ചേർന്ന് 2-ാം വിക്കറ്റിൽ 69 റൺസ് കൂട്ടിച്ചേർത്തു. 8 പന്തിൽ 1 ഫോർ സഹിതം 7 റൺസുമായി കോഹ്ലി നന്നായി തുടങ്ങിയെങ്കിലും തൊട്ടു പിന്നാലെ പുറത്തായി. 51 പന്തിൽ 5 ഫോറുകൾ സഹിതം 31 റൺസ് എടുത്ത ഗില്ലിനെ ബോളൻ LBയിൽ കുരുക്കി. സ്കോട്ട് ബോളിന്റെ ആദ്യ ഓവറിൽ തന്നെ രാഹുൽ 2 തവണ പുറത്താക്കലിന്റെ വക്കിലെത്തിയെങ്കിലും ആദ്യം നോ ബോളും രണ്ടാമത് ഉസ്മാൻ ഖവാജ ക്യാച്ച് കൈവിട്ടതും തുണച്ചു. 3 മാറ്റങ്ങളുമായാണ് ഇന്ത്യൻ നിര ഇറങ്ങിയത്. രോഹിത് ശർമ്മയ്ക്ക് പുറമെ ശുഭ്മാൻ ഗിൽ, രവിചന്ദ്രൻ അശ്വിൻ എന്നിവർ ടീമിൽ തിരിച്ചെത്തി. ദേവദത്ത് പടിക്കൽ, ധ്രുവ് ജുറേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് പുറത്തായത്. ഓസീസ് നിരയിൽ പരിക്കേറ്റ ജോഷ് ഹേസൽവുഡിന് പകരം സ്കോട്ട് ബോളൻ ടീമിലെത്തുകയും ചെയ്തു. 6 വിക്കറ്റ് എടുത്ത മിച്ചൽ സ്റ്റാർക്കാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ നട്ടലൊടിച്ചതും.